അപ്പോസ്തലന്റെ ഈ ലേഖനം, ഒന്നാം ലേഖനം അവസാനിക്കുന്നതിന് മുമ്പ് അപ്പോസ്തലൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പുനരുത്ഥാനം ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ഉത്ഥിതനായ ക്രിസ്തുവും അപ്പോസ്തലനുമായുള്ള ബന്ധം, പുനരുത്ഥാനവും സുവിശേഷവുമായുള്ള ബന്ധം, വിശ്വാസികളുടെ ഉയർപ്പ് എന്നീ വിഷയങ്ങൾ ഈ അധ്യായത്തിലൂടെ കാണാം. ഭൗതികത്വം ഫാഷനായി തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കാണുന്നതാണ് നിത്യം, ഇതിനപ്പുറമായി ഒന്നുമില്ല എന്ന പ്രകാരം ജീവിക്കുന്നവരുടെ സംഖ്യ കൂടി വരികയാണ്. എന്നാൽ ഈ ദൃശ്യലോകത്തിന് അപ്പുറത്തായുള്ള അദൃശ്യ ലോകത്തെക്കുറിച്ച്, ഈ ജീവിതത്തിന് ശേഷമുള്ള നിത്യജീവനെ കുറിച്ചുള്ള അപ്പോസ്തലന്റെ പ്രസ്താവനകൾ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വളരെ പ്രത്യാശ നൽകുന്നു. മരണം ഏവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, മരണത്തെ കൊന്ന ഉദ്ധിതനായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട്, ഇന്നത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധീരതയോടെ മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് അപ്പോസ്തലനോടൊപ്പം പ്രത്യാശ നൽകുന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തെ ഈ അധ്യായം പ്രതിപാദിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചും മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റിയും ഇത്രയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ മറ്റൊരു ഭാഗത്തും കാണാൻ കഴിയില്ല. മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് ചില കോരിന്ത്യസുകാർ വാദിച്ചിരുന്നു എന്ന് ഈ അധ്യായത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് പൗലോസിലെ ഈ അധ്യായം എഴുതിയത് തന്നെ. എന്തുകൊണ്ടാണ് ചില കോരിന്ത്യർ പുനരുത്ഥാനം ഇല്ല എന്ന നിലപാടെടുക്കാനുള്ള സാധ്യതകൾ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്? ഒന്ന്, ഗ്രീക്ക് തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ആത്മാവ് അനശ്വരമാണെന്നും ശരീരം മരണത്തോടെ നശിക്കുമെന്നും ചിലർ വാദിച്ചിരുന്നു. രണ്ട്, ജ്ഞാനവാദത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നതായി കാണുന്നു. ജ്ഞാനവാദികൾ ആത്മീയമായ ഉത്ഥാനം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഉണ്ടായിരുന്നു. മൂന്ന്, കർത്താവിന്റെ ജ്ഞാനവാദത്തെ കുറിച്ചൊക്കെ ദിവ്യബോധനം വളരെ കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിവ്യബോധനം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം. മൂന്ന്, കർത്താവിന്റെ ആഗമനം തങ്ങളുടെ മരണത്തിന് മുമ്പ് സംഭവിക്കുമെന്ന വിശ്വാസത്തിൽ തങ്ങൾക്ക് മരണമോ ഉയർപ്പോ ഉണ്ടാകില്ല എന്ന് ചിലർ കരുതിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കർത്താവ് ഉടൻ വരും എന്ന് മോറാനാഥ എന്നുള്ള ഒരു പഠിപ്പിക്കൽ അന്നുണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. പുനരുത്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നത് ക്രിസ്തുവിന്റെ മരണത്തെ രക്ഷാകരമാക്കുന്നു. ഈ അധ്യായത്തെ നമുക്ക് 7 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇന്ന് ഈ അധ്യായം മൊത്തം എടുക്കാൻ ഒക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് കഴിവതും ഇന്ന് 34 വാക്യം വരെ ആയിരിക്കും ഇന്ന് എടുക്കുന്നത്. 1 മുതൽ 11 വരെ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള പാരമ്പര്യം. 2, 12 മുതൽ 19 വരെ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചുള്ള പ്രതിപാദനം. 20 മുതൽ 28 വരെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അനന്തരഫലങ്ങൾ. 15, 29, 34 പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യുന്ന സ്വാധീനം എന്നീ ഭാഗങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം 15-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് പോവാം. ആരെങ്കിലും വായിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങളെ നിലനിർത്തുന്നതും നിങ്ങൾ സൂക്ഷ്മതയോടെ പിടിച്ചുകൊള്ളുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമല്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലയോ? ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല.
എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇപ്രകാരം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇപ്രകാരം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. അതെ, യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള പാരമ്പര്യം. സഭ താൻ കോരിന്ത്യരുടെ ഇടയിൽ പ്രസംഗിച്ച സുവിശേഷം തനിക്ക് ലഭിച്ചതാണെന്ന് പൗലോസ് അവകാശപ്പെടുന്നു. ലിഖിത രൂപത്തിൽ സുവിശേഷം പ്രചരിക്കുന്നതിന് മുമ്പ് വാമൊഴിയായി പ്രചരിച്ചിരുന്നു. അതൊരു തലമുറ മറ്റൊരു തലമുറയ്ക്കും മറ്റൊരു ദേശക്കാർക്കും കൈമാറിയതാണ്. പൗലോസിനും ഈ കൈമാറി ലഭിച്ച പാരമ്പര്യം അദ്ദേഹം കോരിന്ത്യ സഭയിൽ പ്രസംഗിക്കുകയും അത് അവർ വിശ്വസിക്കുകയും ചെയ്തു. അതിനാൽ അവർക്ക് രക്ഷയ്ക്ക് അവകാശികളായി തീരുകയും ചെയ്തു. അതിൽ തന്നെ തുടർന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസം തന്നെ വ്യർത്ഥമായി പോകുമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. അതായത് സ്വീകരിച്ചതിൽ ഉറച്ചു നിന്നാൽ മാത്രമാണ് രക്ഷ അഥവാ രക്ഷാമാർഗത്തിൽ നിങ്ങൾ വിശ്വസിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ മാമോദിസാൽ ഏറ്റു പറഞ്ഞത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പൗലോസ്ലീഹയുടെ ലേഖനമാണ്, ഈ കൊരിന്ത്യർക്ക് ലേഖനമാണ് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചും കർത്താവിന്റെ കുർബാനയെ കുറിച്ചും എല്ലാം ആദ്യമായിട്ട് എഴുതുന്നത് എന്ന് നമ്മൾ 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. മറ്റുള്ള സുവിശേഷങ്ങളെല്ലാം ഇതിനു ശേഷമാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ റെഫറൻസ്, ഇതിനകത്ത് കുറെ അധികം റെഫറൻസ് ഉണ്ട്. എല്ലാ റെഫറൻസും നമ്മൾ വായിക്കത്തില്ല. അതാ ഈ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാണ്ടിയവർക്ക് എഴുതിയെടുക്കാം. പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ റെഫറൻസുകൾ അതിനൊപ്പം വാക്യങ്ങളും ഞാൻ ഒപ്പം എഴുതിയിട്ടുണ്ട്. അതെഴുതി അനുസരിച്ച് നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാവുന്നതാണ്. 15-3-4 വാക്യങ്ങൾ ആദിമസഭയുടെ വിശ്വാസ പ്രഖ്യാപനമായി കണക്കാക്കാം. ആദ്യ സഭയുടെ പ്രസംഗങ്ങൾ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചതായ ആണ്. അവിടുത്തെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം പുതിയ നിയമത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ 2:23 നമുക്ക് കാണാം. അതുപോലെ 13:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അതുപോലെ വിശുദ്ധ ലിഖിതങ്ങൾ വഴി പഠിപ്പിച്ചത്, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 53-ാം അധ്യായത്തിൽ മൊത്തമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടെങ്കിലും 12-ാം വാക്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ 52-13 ഇങ്ങനെയാണ്: എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നതായിട്ട് നാം കാണുന്നു. അതുപോലെ തന്നെ ഹോസിയയുടെ അല്ലെങ്കിൽ ഹോശയ പ്രവാചകന്റെ പുസ്തകം 6-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. വായിക്കാൻ ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. എങ്കിൽ 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം വാക്യം. അത് തന്റെ മരണവും പുനരുത്ഥാനവും യാദൃച്ഛിക സംഭവങ്ങൾ അല്ലെന്നും അത് പ്രത്യേക ദൈവിക പദ്ധതിയുടെ നിറവേറലായിരുന്നു എന്നും നമ്മൾ ഈ പുതിയ തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. മരിച്ചു സംസ്കരിക്കപ്പെട്ടു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് തന്റെ മരണത്തിന്റെയും ശൂന്യമായ കല്ലറ ഉയർപ്പിന്റെയും യാഥാർത്ഥ്യം സ്പഷ്ടമാക്കും. അതായത് ശൂന്യമായ കല്ലറ നമുക്ക് കാണുന്നത് സെയിന്റ് ജോൺ ചാപ്റ്റർ 20:8 യാക്കോബും യോഹന്നാനും പത്രോസും കൂടെ ഓടിക്കല്ലറയ്ക്കൽ എത്തുമ്പോഴും ശൂന്യമായ കല്ലറ അവിടെ കണ്ടു എന്ന് എടുത്തു പറയുന്നത് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് കർത്താവിന്റെ ഉയർപ്പിനെ എടുത്തു കാണിക്കത്തക്കോലെ ഉറപ്പാക്കുന്നു. അത് നമ്മളെല്ലാം ഇപ്പൊ ഉയർപ്പിന്റെ ഞായറാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മളത് മനസ്സിലാക്കിയാണ്, നമ്മൾ പഠിച്ചതാണ്. ഉയർപ്പിന്റെ യാഥാർത്ഥ്യം അവിടെ സ്പഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. യേശുവാണ് ക്രിസ്തു എന്നും ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും തന്റെ ഉയർപ്പിലൂടെ മരണത്തെ കൊന്നുവെന്നും വിശ്വസിക്കുന്നിടത്താണ് ക്രിസ്തീയ വിശ്വാസം നമ്മൾ തുടങ്ങുന്നത്. 15:3 റെഫറൻസ് ആണ് 1 കൊരിന്ത്യർ 11:23 നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഹീബ്രു 5:1-3 വാക്യങ്ങള്, 1 പീറ്റർ 1:11, 2:24 പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്.
അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതായത് നമുക്ക് വേണ്ടി കർത്താവ് കുരിശിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നും തിരുവഴുത്തിനും പ്രകാരം നടന്നു എന്നും പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് 3-ാം വാക്യം അത് കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിനും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. അടക്കപ്പെടുക മാത്രമല്ല ചെയ്ത് പുനരുത്ഥാനവും ചെയ്തു. നമ്മൾ അതേ കാര്യങ്ങൾ ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കത് കാണാം. രാജാക്കന്മാര് 20:5 നമ്മൾ അതിന് തുല്യമായ ഒരു കാര്യം കാണുന്നുണ്ട്. ഹിസ്കിയ രാജാവിന്റെ അടുത്ത് വന്ന് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിയിരിക്കുന്നുവെന്ന് പ്രവാചകൻ വന്ന് പറയുകയും അവൻ കഴിയുകയും ചെയ്യുമ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ട് സുഖപ്പെടുത്തിയിട്ട് യഹോവയായ ദൈവം പറയുന്നു, 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. അതെ, അവിടെ നമ്മൾ കാണുന്ന തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെയാണ്. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും എന്ന് ഒരു തിരുവെഴുത്തുകളിൽ പറയുന്നത് ഇവിടെ നാം കാണുന്നുണ്ട്. അതുപോലെ ആ ഉയർത്തിപ്പിനെ കുറിച്ച് പറയുന്നതാണ് സങ്കീർത്തന പുസ്തകത്തില് സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട്. 16:10 അവിടെ എടുത്തു പറയുന്നു, പാതാളത്തിൽ അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇവിടെ കർത്താവിന്റെ പ്രത്യക്ഷത ഉയർപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും എടുത്തു പറയുകയാണ് പൗലോസ് ചെയ്യുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതകൾ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് അത് വളരെ വളരെ പ്രത്യേകമായി നമുക്ക് കാണാവുന്ന വാക്യങ്ങളാണ്. കർത്താവിന്റെ പ്രത്യക്ഷതകൾ, ക്രിസ്തുവിന്റെ രക്ഷാകരമായ ബലിയർപ്പണവും ഉയർപ്പും ദൈവ പദ്ധതിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യമാണ്. എന്നാൽ ഈ ദൈവിക വെളിപാടുകൾ മാത്രമല്ല ഉയർപ്പിന്റെ തെളിവുകൾ. വിവിധ സ്ഥലങ്ങളിലും സമയങ്ങളിലുമായി 100 കണക്കിന് ആളുകൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടു എന്ന സാക്ഷ്യം ഉയർപ്പിന് നിസ്തർക്കമായ കാര്യമാക്കി തീർക്കും. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ 6 സന്ദർഭങ്ങളിലുള്ള പ്രത്യക്ഷത ഇവിടെ പൗലോസ് എടുത്ത് സൂചിപ്പിക്കുന്നു. പുതു ഞായറാഴ്ചയിലെ 3-ാം മണിയിലെ സെദറായില് നാം കാണുന്നുണ്ട് ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാര് ആ സെദറായിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തോട്ടത്തിൽ വെച്ച് മറിയാം എന്നെ കണ്ടു, യോഹന്നാനും എന്നെ കണ്ട സംഗതിയിൽ നിങ്ങൾ സമ്മതിച്ചില്ല. പല സംഗതികളാൽ ക്ലെയോഫായും എന്നെ കണ്ടു, യാക്കോബിനും ഞാൻ വെളിപ്പെടുത്തി, 500-ൽ പരം സഹോദരങ്ങൾക്കും ഞാൻ കാണപ്പെട്ടു എന്ന് നമ്മൾ സെദറായിൽ പുതു ഞായറാഴ്ച സെദറായിൽ കാണുന്നു. ആ പിതാക്കന്മാര് അത് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. കേഫാവിന്, അതായത് പത്രോസിന് ഞാൻ കർത്താവ് വെളിപ്പെട്ടതായിട്ട് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:34 നാം കാണുന്നു. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം, ഞാൻ ഇത് പറയുമ്പോൾ. ഇല്ലെങ്കിൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ് ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് 24 ലൂക്കോസിന്റെ സുവിശേഷം 24-ാം വാക്യം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം കാണുന്നു. അതുപോലെ തന്നെ സെയിന്റ് ജോൺ 21:7 ഇതേ സംഗതിയിൽ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ ആൾക്കാരെ പന്തിരുവർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒടുവിൽ പന്തിരുവർക്കായിട്ട് കാണപ്പെട്ടു. 5-ാം വാക്യമാണ് പന്തിരുവർക്കായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതായത് പന്തിരുവർ എന്ന് പറയുമ്പോൾ 12 ശിഷ്യന്മാരെ 11 പേരെയാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടത്. പക്ഷെ കർത്താവിന്റെ 12 ശിഷ്യന്മാരെ അവിടെ സൂചിപ്പിക്കുക, അതായത് ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ 11 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പന്തിരുവർ എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ സംഘത്തെ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പന്തിരുവർ എന്ന് പറയുന്നത്. ആ വാക്യങ്ങളെല്ലാം നമുക്ക് സെയിന്റ് മാത്യു ചാപ്റ്റർ 28:10, 16, സെയിന്റ് ലൂക്ക് 24:33-51 വരെയുള്ള ഭാഗങ്ങൾ കാണാം. സെയിന്റ് ജോൺ 20:19-23 ഭാഗങ്ങള് ഈ സ്ത്രീയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ഞായറാഴ്ചകളായിട്ട് നമ്മൾ സുവിശേഷത്തിലൂടെ കേൾക്കുന്നതാണ്. അതുപോലെ മൂന്നാമത് പറയുന്നത് 500-ലധികം സഹോദരന്മാർക്ക് ഈ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നത് ഗലീലയിൽ വെച്ച് അത് സംഭവിച്ചിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് സെയിന്റ് മാത്യു ചാപ്റ്റർ 28, 16, 17 വാക്യങ്ങളിലാണ് അത് എടുത്ത് കാണിക്കുന്നത്. അത് 500 പേരുടെ എണ്ണം പറയുന്നില്ല, പക്ഷേ
യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ അവനെ സംശയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ആണ് ഈ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം വളരെയധികം ആൾക്കാർ ഒന്നിച്ച് കണ്ടതായ ഒരു ചാൻസ് അവിടെ വരുന്നത്. ഗലീല മലയിൽ വെച്ച് ശിഷ്യന്മാരോടൊപ്പം 500-ലധികം ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അത് പൗലോസ്ലീഹ മാത്രമേ ഇതെടുത്ത് പറയുന്നുള്ളൂ. അതിനാൽ അത് നമുക്ക് അതിനുശേഷം അത് പറയുന്നതുണ്ട്. ആ പ്രത്യക്ഷത കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇത് കർത്താവിന്റെ പ്രത്യക്ഷത കണ്ടവർ അപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് അപ്പോസ്തലൻ അത് കൃത്യമായിട്ട് അത് പ്രതിപാദിക്കുന്നു. യാക്കോബിനെ പ്രത്യക്ഷനായതിനെ കുറിച്ച് സുവിശേഷങ്ങളിലെങ്ങും പറയുന്നില്ല. എങ്കിലും എബ്രായർക്ക് എഴുതിയ സുവിശേഷം എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫ ഗ്രന്ഥമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതായിട്ടാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ 5-ാമത്തെ കൂട്ടര് അപ്പോസ്തലന്മാർ 12 കൂടാതെ കർത്താവിന്റെ ശിഷ്യന്മാരായ ധാരാളം പേർ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അതായത് യൂദായിക്ക് പകരം ഒരാളെ തിരഞ്ഞെടുക്കുവാൻ കൂടിയപ്പോൾ ആ സംഘത്തിൽ നിന്നാണ് 2 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത്. ആ ഭാഗം നമുക്ക് ആക്ട്സ് ഓഫ് അപ്പോസ്തലൻസ് 1:21 കാണാം. ആക്ട്സ് ഓഫ് അപ്പോസ്തലൻസ് ചാപ്റ്റർ 1:21 നമുക്ക് കാണാം. ആ ശിഷ്യന്മാരുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കുന്നതും അവരിൽ നിന്ന് ഒരാളെ നറുക്കിട്ടെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ ആളായിട്ട് വരുന്നത് പൗലോസാണ്. കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതായ സംഭവം നമുക്ക് അതും 3 ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്തലൻസ് 9:3, 6, 22:6, 10, 26:14, 18 ഭാഗങ്ങളിൽ പൗലോസിന് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെട്ടതായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ മഗ്ദലക്കാരി മറിയയ്ക്കും ഉണ്ടായതും എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായതുമായ പ്രത്യക്ഷകളെ കുറിച്ച് നാം ഓർക്കുക. ഇത് മാത്രമല്ല എന്ന് നമുക്കറിയാം. അത് കൂടാതെയുള്ള പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന 6 എണ്ണം അത് കൊരിന്ത്യരെ ബലപ്പെടുത്താൻ വേണ്ടി താൻ പറഞ്ഞാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിച്ചവരെ ബലപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യമായിട്ട് അവർക്ക് വേണ്ടി പറഞ്ഞതായ കാര്യങ്ങളാണ്. തനിക്കും കർത്താവിനെ കാണാൻ സാധിച്ചു എന്നത് പൗലോസ് ഏറെ അഭിമാനത്തോടു കൂടെയാണ് അനുസ്മരിക്കുന്നത്. തന്റെ നിസാരതയും അയോഗ്യതയും എടുത്തു പറഞ്ഞുകൊണ്ട് താൻ പ്രഘോഷിക്കുന്ന സുവിശേഷത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും കോരിന്ത്യസുകാരുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് വളരെയധികം അധ്വാനിക്കുകയും ദൈവകൃപ ലഭിക്കുകയും ചെയ്തിട്ടും തന്റെ പഴയകാല ജീവിതം ഓർത്ത് ദുഃഖിക്കുന്നു. അവിടെയാണ് പറയുന്നത്, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ തന്റെ കുറവുകളെ താൻ എടുത്തു പറഞ്ഞാണ് അവിടെ പൗലോസ് അത് പറയുന്നത്. ഞാനാകുന്നത് ദൈവകൃപയാൽ അത്ര എന്ന പ്രഖ്യാപനം ഒരു ഉത്തമ വിശ്വാസിയുടെ പ്രഖ്യാപനം. അത് നമ്മൾക്കും ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിലും എപ്പോഴും 10-ാം വാക്യമാണ് അത്. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. അത് നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിതൊന്ന് ചിന്തിച്ചാലെന്ത്, ഞാൻ എഴുന്നേറ്റത് ദൈവകൃപയാലാകും. ഇന്നേ ദിവസം പാപം കൂടാതെ ഇരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നുള്ള ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റാൽ ആ ദിവസം നമുക്ക് നന്നായി വരും. ഇവിടെ പൗലോസ്ലീഹ എത്രയും ജ്ഞാനത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും വളരെയധികം മുമ്പനായ പൗലോസ്ലീഹ പറയുന്നു, ഞാനാകുന്നത് ദൈവകൃപയാൽ അത്രേ എന്ന പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടതായ ഒരു കാര്യമാണത്. ദൈവകൃപയിലാണെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും നമ്മുടെ കഴിവല്ല, എല്ലാം ദൈവദാനമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആരോടും അസൂയയോ വിദ്വേഷമോ നമുക്ക് തോന്നുന്ന കാര്യം എല്ലാവരും ദൈവം സൃഷ്ടിയാണെന്ന് നമ്മൾ മനസ്സിൽ നമുക്ക് തോന്നുകയും അത് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും നമുക്ക് ഉറപ്പായിട്ടും ദൈവം ശക്തി തരികയും ചെയ്യും. തന്റെ അപ്പോസ്തലത്വം അകാലജാതനായ ഒരു അനുഭവം പോലെയാണ് അപ്പോസ്തലനെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഗ്രീക്കിൽ എക്ട്രോമ, അത് അബോർട്ടഡ് ഫീറ്റസ് എന്നാണ് അതിന് അർത്ഥം. അതായത് അകാല പ്രജ എന്നതിന്റെ അർത്ഥം ഇവിടെ എടുത്തു പറയുന്ന ഗ്രീക്കിൽ പറയുന്നത് എക്ട്രോമ ഓർ ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ അബോർട്ടഡ് ഫീറ്റസ്. താൻ ദൈവസഭയെ ഉപദ്രവിച്ചാണെന്നും താൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനും നിസ്സാരനുമാണെന്നും തന്നെ കാണുന്നു. എന്നാൽ ഞാനല്ല ദൈവകൃപയാൽ അത്ര എന്ന് പൗലോസ് സമ്മതിക്കുകയും ചെയ്തു. ഇതേ സംബന്ധിച്ച് യാതൊരു പ്രശംസിക്കാൻ സ്ഥാനമില്ലെന്ന് അപ്പോസ്തലൻ പറയുന്നു. തന്നോട് കൂടെയുള്ള ദൈവകൃപയാലാണ് ഇതെല്ലാം സാധിച്ചതെന്നും
ഈ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും കൃപയ്ക്കും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും കൃപയ്ക്ക് അധീനരാകുന്നു എന്ന പൗലോസ്ലിയ റോമർക്ക് എഴുതിയ ലേഖനത്തില് 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് പറയുന്നു. ഈ കൃപ വിവിധ ശുശ്രൂഷകൾക്ക് നമ്മെ ഒരുക്കുന്നതാണെന്നും റോമർക്ക് 12:6-8 ഭാഗങ്ങളിൽ നാം കാണുന്നു. റോമർ 12:6-8. 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ അതുപോലെ 2-ാം അധ്യായത്തിലൂടെ നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കാണുന്നുണ്ട്. രക്ഷാകര ശക്തി ബലഹീനതയിലാണ് കൂടുതൽ പ്രശോഭിക്കുന്നതെന്നും യാഥാർത്ഥ്യം സ്വന്തം അനുഭവത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടെന്നും പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ സ്ഥാനം ആക്കിയില്ല, അല്ലെങ്കിൽ മറ്റാരേക്കാൾ എന്നിലുള്ള ദൈവകൃപയാൽ ഞാൻ അധ്വാനിച്ചു എന്നും എല്ലാവരും കർത്താവിന്റെ പുനരുത്ഥാനം പ്രഘോഷിച്ചു എന്നും പൗലോസിലെ പറഞ്ഞാണ് ഈ ഭാഗം അവിടെ നിർത്തുന്നത്. അതായത് താൻ ദൈവകൃപയാൽ അധ്വാനിച്ച് എന്നെ ഏൽപ്പിച്ച സുവിശേഷ പ്രവർത്തനത്താൽ മറ്റുള്ളവരുടെ ദൈവത്തിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു. ഇനി നമ്മൾ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചുകൊണ്ട് പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. താങ്ക് യു. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനമാണ് ഇവിടെ നോക്കുക. 12-ാം വാക്യം, മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് ചില കൊരിന്തോസുകാർ വാദിച്ചിരുന്നു എന്ന് കരുതാവുന്നതാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നതാണ് മരിച്ചവരുടെ ഉയർപ്പ് ഉണ്ടെന്നതിന്റെ ഉറപ്പ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് ഏറ്റവും വലിയ അടയാളം. അത് ക്രിസ്തുവിലുള്ളവർക്ക് തങ്ങളുടെ ഉയർപ്പിന്റെ പ്രത്യാശ നൽകുന്നു. ഇല്ലെങ്കിൽ ക്രിസ്തീയ സന്ദേശം ശൂന്യമാണ്. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും നിഷേധം വരുത്താവുന്ന പ്രതിസന്ധികൾ പൗലോസ് ഇവിടെ നമുക്ക് അക്കമിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, ഒന്ന്, തങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ കൊരിന്ത്യരുടെ വിശ്വാസം വ്യർത്ഥമാകുന്നു എന്നാണ് എടുത്ത് പറയുന്നത്. രണ്ടാമത്തെ, അതായത് തങ്ങൾ പ്രസംഗിച്ചതിനെ അല്ലെങ്കിൽ കൊരിന്ത്യർ വിശ്വസിച്ചത് മണ്ടത്തരമായി പോയി വരും എന്നാണ് ആദ്യത്തെ കാരണം പറയുന്നത്. 2, നിങ്ങളുടെ വിശ്വാസം ശൂന്യമാകും. നമ്മള് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശൂന്യമാകും, അല്ലെങ്കിൽ ഫലമില്ലാതെ ആയിപ്പോകും. 3, അപ്പോസ്തലന്മാർ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരും. അതായത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചവർ കള്ളസാക്ഷികൾ എന്ന് വിളിക്കപ്പെടും. 4, നിങ്ങൾ കൊരിന്ത്യർ ഇപ്പോഴും പാപത്തിൽ തുടരും. അതായത് കർത്താവിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ തങ്ങളുടെ പാപത്തിൽ തന്നെ ഇരിക്കുന്നതായിട്ട് പൗലോസ് പറയുന്നു. 5, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോയിരിക്കും. അതായത് ക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന് കണ്ട് നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോയതായി വിശ്വസിക്കേണ്ടതായി വരുമെന്ന്. 6, നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരായി തീരുന്നു എന്നും ആ ഭാഗത്തിലൂടെ നമ്മളെ ഓർക്കുക. നമ്മളുടെ പ്രത്യാശ, അതായത് അത്യശൂന്യമായി തീരുന്നുവെന്ന്, ആ ഉയർപ്പില്ല എന്ന് കരുതുന്ന ക്രിസ്തീയ വിശ്വാസം ശൂന്യവും നിരർത്ഥകവും ആകുന്നു എന്നും മരിച്ചവരുടെ ഉയർപ്പിനെ നിഷേധിക്കുന്നവർ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നിഷേധിക്കുകയും തന്മൂലം അവരുടെ പാപാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 തെസ്സലോനിയന്റെ 4-ാം അധ്യായം 14-ാം വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ
അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. പൗലോസ്ലീഹ ഇപ്പൊ പറഞ്ഞ ആ 6 കാര്യങ്ങൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് പറയുന്നത് യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുമ്പോൾ യേശുവിൽ നിദ്ര പ്രാപിച്ചവർ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കുമെന്ന്. അവിടെയാണ് വിശ്വാസം. നമ്മൾ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നാണ് കൊരിന്ത്യ സഭയോട് എടുത്ത് പറയുന്നത് പൗലോസ്ലീഹ. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്ന് മുമ്പേ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് പറയും. അത് 1 കൊരിന്ത്യസ് ക്രിസ്തു മതത്തിന്റെ വൈശിഷ്ട്യത്തിന്റെ ഒരു അടിസ്ഥാന വാക്യമാണ് ഇപ്പൊ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ഈ പുനരുത്ഥാന പെരുന്നാളിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പുനരുത്ഥാനത്തിലൂടെ തുറക്കപ്പെട്ട അല്ലെ ശൂന്യമായ കല്ലറ കണ്ടിട്ട് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ക്രിസ്തുമതത്തിന്റെ ഈ വിശ്വാസത്തിന്റെ വൈശിഷ്ട്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തില് പല മതസ്ഥാപകർ ഉണ്ടായി. അവരെല്ലാവരും ജീവിച്ചു, പഠിപ്പിച്ചു, മരിച്ചു. അവർ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു, പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ക്രിസ്തു മാത്രമാണ് മരിച്ചിട്ട് പുനരുത്ഥാനം ചെയ്തത്. അതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയതായ ഒരു മഹത്വം. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി പാപം വഹിച്ച് കഷ്ടത അനുഭവിച്ചു, മരിച്ചു, മരണത്തിൽ തീർന്നില്ല, ഉയർത്തെഴുന്നേറ്റു. നമ്മളെയും ഒപ്പം കൂട്ടാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ വിശ്വാസം. പുനരുത്ഥാനം ചെയ്തില്ലായിരുന്നു എങ്കിൽ ക്രിസ്തുവും പലരിൽ ഒരാൾ മാത്രമാണ്. നമ്മളത് ചിന്തിച്ചാൽ മതി. ഈ വളരെയധികം മഹാന്മാരെല്ലാം ഉണ്ടായി, അവരിൽ ഒരാളായിട്ട് കർത്താവും തീരുമായിരുന്നു എന്നാണ് നമ്മൾ പൗലോസ്ലീഹ എടുത്ത് പറയാം. തന്റെ നിസ്തുലതയുടെ പ്രധാന തെളിവാണ് ഉയർപ്പ്. താൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തതിനാൽ നാമും ഉയർക്കും. അവിടെ നിത്യാനന്ദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം സകല മനുഷ്യജാതിയുടെയും പ്രത്യാശ നിർഭരമാക്കുന്ന അനുഭവമാണെന്ന് പൗലോസ്ലീഹയുടെ ഭാഷ്യം. അതാ റോമർക്ക് എഴുതിയ ലേഖനം 4:25 നമുക്ക് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അത് നമ്മുടെ POC ബൈബിളിൽ വരുമ്പോൾ അത് ഇച്ചിരൂടെ ഈസി ആയിട്ടാണ് വായിക്കുന്നത്. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. അതായത് നമ്മുടെ കുറവുകളെ എല്ലാം അവിടെ നീതിയായി പരിഗണിക്കപ്പെടും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു അനുഭവം കിട്ടുന്നു എന്ന് പൗലോസ്ലീഹ എടുത്തു പറയുന്നു. അടുത്ത വാക്യങ്ങള് 20 മുതൽ 28 വരെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവൻ എന്ത് ചെയ്യും? കേവലം അതായത് 20 മുതൽ 28 വാക്യങ്ങൾ പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അനന്തരഫലം അല്ലെങ്കിൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം അംഗീകരിക്കുന്നതിന്റെ ഫലങ്ങൾ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. ഉയർപ്പിനെ കുറിച്ച് ഉറപ്പില്ലാതിരുന്നാൽ സംഭവിക്കാവുന്ന പ്രത്യാശയായിട്ട് ജീവിതത്തിന് വിപരീതമായി
അത് സംഭവിക്കുമെന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പ് മനുഷ്യവർഗത്തിന് നേടിത്തരുന്ന മഹത്വപൂർണമായ സാധ്യതകളെ പൗലോസ് വിവരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റ ആദ്യ ഫലമാണ് പൗലോസിലെ ഇവിടെ പറയുന്നത്. അത് കൊലോസിയർക്ക് എഴുതിയ ലേഖനം 1:18 അത് നമുക്ക് കാണാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ആദ്യഫലം ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റ ആദ്യ ഫലമാണെന്ന് ഇവിടെ എടുത്തു പറയാൻ, അതായത് പൗലോസ്ലീഹാന്റെ കൊലോസ്യർക്ക് ലേഖനത്തിൽ അത് എടുത്തു പറയുന്നു. അതായത് ക്രിസ്തു മരിച്ചവരുടെയും എല്ലാം മരിക്കാനുള്ളവരുടെയും ആദ്യ ഫലമായി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ആദ്യ ഫലത്തിന് ലഭിച്ച നേട്ടങ്ങൾ മുഴുവനും ഫലത്തിനും ലഭിക്കും എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അത് ആദ്യ ഫലമായി അത് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ റോമർക്കെഴുതിയ ലേഖനത്തിൽ 8:23 ആദ്യ ഫലമായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ ആത്മാവിനെയായിട്ടാണ്. 8:23 ഇങ്ങനെയാണ്: എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അവിടെ ഈ നമ്മൾ മറ്റു ബൈബിളിൽ വായിക്കുമ്പോൾ അതിന്റെ ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും എന്നാണ് എടുത്തു പറയുന്നത്. ബുദ്ധിയുടെ എന്നുള്ളതിന് പകരം, ബുദ്ധിക്ക് പകരം ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും. അവിടെ പരിശുദ്ധാത്മാവിനെയാണ് എടുത്തു പറയുന്നത്. ശരീരങ്ങളിലെ വീണ്ടെടുപ്പാകുന്ന പുത്രലുപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്താല് നമ്മൾ ആദ്യ ഫലം ലഭിച്ച, അതായത് ഉത്ഥാനത്തിലൂടെ ആദ്യ ഫലം ലഭിച്ചവർ പുത്രലുപ്തിക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു എന്നാണ് റോമർക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് നമ്മൾ യേശുക്രിസ്തുവിനെ രണ്ടാമത്തെ ആദം എന്നാണ് ഇവിടെ എടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൗലോസ്ലീഹ. എന്നാൽ ആദ്യത്തെ ആദം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ പിതാവായ ആദം ആണെന്നും ആ ആദാമിലൂടെയുള്ള മരണം, രണ്ടാം ആദാം, അത് നമുക്ക് പുനരുത്ഥാനത്തിലൂടെ രക്ഷ നൽകി എന്നും നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ രണ്ടാമത്തെ ആദം അല്ല ഒടുവിലത്തെ ആദം എന്ന് പറയുന്നത് ഇവിടെയാണ്. പൗലോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ക്രിസ്തുവും ആദവും ആയുള്ള താരതമ്യ പഠനം റോമാലേഖനത്തിൽ നമുക്കത് കാണാവുന്നതാണ്. അതായത് റോമറിന്റെ ലേഖനം 5:12-21 ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. 21 വാക്യം: പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അതായത് ആദം മുഖാന്തരം പാപവും മരണവും ലോകത്തിൽ വന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ അത് കൊരിന്ത്യർക്കും അറിയാം എന്നുള്ള, അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എടുത്തത് പറയുന്നത്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പ്രതിശാന്തി എന്ന നിലയിലാണ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായത്. ക്രിസ്തുവിന്റെ ഉയർപ്പ് മുഖാന്തരം ഏവർക്കും ജീവനുണ്ടായി. അതിനാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ നമുക്കും പുനരുത്ഥാനമുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ്. ആദത്തിൽ ഉണ്ടായതായ പാപത്തിന്റെ സാർവത്രികത പോലെ തന്നെ രണ്ടാം ആദത്തിൽ ഉണ്ടായതായ പുനരുത്ഥാനം സാർവത്രികയും അവകാശപ്പെടുകയാണ്. അത് ലോകത്തിലുള്ള എല്ലാവർക്കുമായിട്ടുമുള്ളതാണെന്നാണ് പൗലോസ് എന്ന് പറയുന്നത്. ആദമിൽ നിന്നുള്ള പിന്തുടർച്ച മൂലം നമുക്കെല്ലാം മരണവും ലഭ്യമായി. എന്നാൽ മനുഷ്യപുത്രനായ രണ്ടാമത്തെ ആദാമാകുന്ന മശിഹ മൂലം നമുക്ക് ആത്മീക ജീവൻ ലഭ്യമാകും. ആകയാൽ അവിടെ പത്രോസിന്റെ 1:13 ഭാഗത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർബന്ധരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. അതെ, അതായത് നമ്മളെ തന്നെ ഒരുക്കി കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി കർത്താവിനായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. 23 വാക്യം. ഇതിനിടയ്ക്ക് ഹാൻഡ് റേസ് ചെയ്തായിരുന്നു. എന്താ ക്വസ്റ്റ്യൻ?
അവസാനം തന്നെ മറുപടി പറയാനിരിക്കും. അതായിരിക്കും നല്ലത്. ഉയർപ്പിന്റെ 23-ാം വാക്യം, ഉയർപ്പിന്റെ ക്രമം. അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന ഓരോരുത്തരും ഉയർക്കുന്നത് അവരവരുടെ നിരയിലാണ്. ഉയർപ്പിന്റെ 1-ാമത്തെ നിലയിൽ യേശു ക്രിസ്തുവാണ് നിൽക്കുന്നതെന്ന് ഇവിടെ പൗലോസ്ലീഹ എടുത്തു പറയുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തുവിനുള്ളവർ. എന്തെന്നാൽ ഇവിടെ ഒരേ നിരയെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്ഥാനത്തെ കുറിച്ചാണ് അവിടെ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഒന്നാമത്തെ ആദ്യ ഫലം എന്ന് ഇവിടെ പറഞ്ഞതിന് ശേഷമാണ് 23-ാം വാക്യത്തില് നമ്മളോട് പറയുന്നത് താന്റെ നിരയിൽ എത്രയാ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം. അതാണ് 1 തെസ്സലോനിയർ 4:16 നമുക്കത് കാണാം. അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ടതെന്ന്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവിടെ അതാണ് 24-ാം വാക്യത്തിലാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള വാക്യം. അവസാനം എന്ന്, പിന്നെ അവസാനം, അതായത് ക്രിസ്തുവിന് താന്റെ നിരയിൽ വരുമ്പോൾ ക്രിസ്തുവിനുള്ളവർ അതിനുശേഷം വരുന്നത് അവസാനമാണ്. അവസാനം എന്ന വാക്കിന് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തെസ്സലോനിയർക്കുള്ള ലേഖനത്തിലൂടെ നാം കാണുന്നത് ക്രിസ്തു മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ കാഹളധ്വനിയോടെ കർത്താവ് വരുമ്പോൾ ആ നിരയിൽ ഓരോരുത്തരും അതിനോട് ചേർക്കപ്പെടുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 24-25 വാക്യങ്ങളിലൂടെ നമുക്ക് കാണുന്നു ഉയർപ്പിലൂടെ ക്രിസ്തു നേടിയ വിജയത്തെ ആണ് അവിടെ കാണിക്കുന്നത്. അത് അവിടെ എടുത്ത് പറയുന്നത് 25-ാം വാക്യത്തിൽ കാണുന്നത്, ഈ 25-ാം വാക്യത്തിൽ നാം കാണുന്നത് സകല ശത്രുക്കളെയും കാൽ കീഴാക്കുകളും എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് പൗലോസ്ലീഹ അതുപോലെ എടുത്ത് കോപ്പി ചെയ്തേക്കാണ്. 110 സങ്കീർത്തനങ്ങൾ 110-ന്റെ 1 അത്. എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുകയായിരുന്നു. അവിടെ അതാണ് 25-ാം വാക്യം നാം അവിടെ കാണുന്നത്. സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാവുന്നു. പൗലോസ് സർവശത്രുക്കളെയും കാൽ കീഴാക്കുന്നത് വരെ അവൻ വാഴേണ്ടിയിരിക്കുന്നു. അതായത് അവസാന ശത്രുവായ മരണം ക്രിസ്തുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒന്നാം ശത്രുവാണ്. അതായത് അങ്ങനെ ക്രിസ്ത്യാനിയുടെ ഒന്നാം ശത്രു പിശാചാണ്. അത് ക്രൂശാരോഹണത്താൽ അതിനെ വിജയിച്ചു. രണ്ടാം ശത്രു എന്ന് പറയുന്നത് പാപമാണ്. അതിനെ ക്രിസ്തുവിന്റെ കൃപ മൂലം ക്രിസ്ത്യാനികൾ ജയിച്ചു. മൂന്നാം ശത്രു എന്ന് പറയുന്നത് മരണമാണ്. അത് കർത്താവിന്റെ പുനരുത്ഥാനം മൂലം അതിനെയും ജയിച്ചു. ദൈവം എല്ലാം അങ്ങനെ ഈ 3 ശക്തികളെയും കീഴടക്കി കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം എല്ലാം അവന്റെ പാദങ്ങൾക്ക് കീഴാക്കി എന്ന് പറയുന്നത് അവിടെയാണ് ഫലവത്താകുന്നത്. കാര്യം നമുക്കുണ്ടാകുന്ന അല്ലെ കർത്താവിന്റെ മക്കളായിട്ട് വന്ന് നമുക്കുണ്ടായതായ കുറവുകൾ, പാപം, പിശാച്, പാപം, മരണം, ഈ 3-നെയും കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിലൂടെ അവന്റെ പാദങ്ങൾ കീഴാക്കി എന്ന് പറയുന്നു. അത് സങ്കീർത്തനങ്ങൾ 8:7 നമുക്കത് കാണാം. അത് എടുത്തു പറയുന്നതായിട്ട് നാം കാണുന്നു. അതുപോലെ തിന്മയുടെ ശക്തിക്ക് മേലുള്ള നിർണായക വിജയത്തിന്റെ ആരംഭമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ്. ക്രിസ്തു തിന്മയുടെ മേൽ നിർണായക വിജയം വരിച്ചുവെങ്കിലും ഇതിന്റെ പൂർത്തീകരണം ഇനിയും വരുവാനിരിക്കുന്ന സകലരുടെയും ഉയർപ്പിന്റെ അന്ത്യദിനത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്ന ഈ അവസാനം ആകുമ്പോൾ എന്ന് പറഞ്ഞത്. കർത്താവിന്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനമാവും ഒരു കാലഘട്ടം കഴിയുന്നു. അവൻ എല്ലാ ഭരണവും മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശം അപ്പോൾ നിറവേറി കഴിഞ്ഞു എന്നും സകലത്തിന്മേലും സർവ്വരുടെ മേലുമുള്ള ഭരണം പിതാവിനായി താൻ സമ്പാദിച്ചു കഴിഞ്ഞതായും നാം അവിടെ മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ ഈ ഭാഗത്തൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി സർവരുടെയും മേലുള്ള അധികാരം താൻ പിതാവിനായിട്ട് സമ്പാദിച്ചു കഴിഞ്ഞു എന്ന്, തന്റെ രക്ഷാകര പദ്ധതിയുടെ കഴിഞ്ഞു എന്ന് ആണ് പൗലോസ്ലീഹ ഈ ഭാഗത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നത്. ഈ 15:27 നമുക്കത് 2 തീമോത്തിയോസിന്റെ 1:10 കാണാം. കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ
ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ തന്നെ തീമോത്തിയോസർക്ക് എഴുതിയ അതായത് നമുക്ക് അവിടെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളാണ് എഫേഷ്യൻസ് 1:22 നമുക്ക് ഈ ഇതിനെക്കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. കാര്യം അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു എന്ന് പൗലോസ്ലീഹ എഫേഷ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് പിതാവിന്റെ ഭരണത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. എല്ലാം ദൈവത്തിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ അത് ദൈവിക ശക്തിയുടെ അല്ലെ ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം എന്നതായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഈ ഭാഗത്തൂടെ പൗലോസ് വിവരിക്കുന്നത് ഒരു യോദ്ധാവ് യുദ്ധം വിജയിച്ച് മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മളൊരു യോദ്ധാവിന്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ യുദ്ധം വിജയിച്ച ശേഷം തിരികെ വന്ന ഗുരുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നത് പോലെയാണ് ആദ്യഫലമായി ക്രിസ്തു വരും. പിന്നീട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നിദ്ര പ്രാപിച്ചവർ പിന്നീട് അവസാനമാണ്. അന്നത്തെ ഒടുക്കത്തെ ശത്രുവായ മരണവും പുത്രന്റെ ആധിപത്യത്തിലാവും. എല്ലാം വിധേയത്വത്തിൽ ആയി കഴിയുമ്പോൾ പുത്രൻ പിതാവിനെ സകലതും ഏൽപ്പിക്കുന്നു. അവിടെയാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചിന്തിക്കാൻ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നാം കാണുന്നതാണത്. എല്ലാം വിധേയത്വത്തിൽ ആയി കഴിയുമ്പോൾ പുത്രൻ പിതാവിനെ സകലതും ഏൽപ്പിക്കുന്നു. അപ്പോഴാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്ക് മാത്രമാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന അവസാനം ഈ കർത്താവിന്റെ രക്ഷാപദ്ധതിയിലൂടെ അതായത് ഈ ഒരു മഹത്വത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് 29 മുതൽ 34 വരെയുള്ള വാക്യം. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പുനരുത്ഥാനത്തിനുള്ള പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യുന്ന സ്വാധീനം എന്ന് നമുക്ക് പറയാം. മരിച്ചവർക്ക് ഉയർപ്പില്ലെങ്കിൽ കോരിന്ത്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും താൻ സഹിച്ച കഷ്ടപ്പാടുകളും എന്തിനെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ചോദിക്കുന്നു. പൗലോസ്ലീഹയുടെ ഒരു രീതി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടതാണ്. ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം ചെയ്യുകയാണ് തന്നെ ചെയ്യുന്നത്. അതിനുത്തരമായി 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൗലോസ്ലീഹ ഇവിടെ നമുക്ക് കാണിക്കുന്നത്. ഒന്ന്, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ എന്തിന് മരിച്ചവർക്ക് വേണ്ടി സ്നാപനം സ്വീകരിക്കണം എന്നാണ്. മരിച്ചവർക്ക് വേണ്ടി സ്നാപനം അല്ലെങ്കിൽ മാമോദീസ ഏൽക്കുന്ന പതിവ് കോരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. അതായത് മാമോദീസായ്ക്ക് ആഗ്രഹിച്ചിരുന്നിട്ടും അത് സാധിക്കാതെ മരിച്ചുപോയവർക്ക് വേണ്ടി മറ്റുള്ള ആരെങ്കിലും ഒരു സ്നാനം ഏൽക്കുന്നതായ പതിവ് അവിടെ കോരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനോട് അല്ലാതെ ഒരുവന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന സിദ്ധാന്തം അനുസരിച്ച് അവർ തങ്ങളുടെ വാങ്ങിപ്പോയവരുടെ പേരിൽ ഞാൻ സ്നാനം സ്വീകരിക്കുവാൻ തയ്യാറായി. അതിനെക്കുറിച്ച് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാം. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കത് കാണാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതെ, അതാണ് ആ ഒരു വിശ്വാസത്തിലാണ് കോരിന്ത്യർ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അതിനുശേഷം മാമോദീസായിൽ ഉയർത്തെഴുന്നേറ്റു എന്നാണ്
പൗലോസ്ലിയ ഓർപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മളും മാമോദിസ വെക്കുന്നത്. കർത്താവിനോടൊപ്പം നമ്മൾ മരിക്കുകയും കബറടക്കപ്പെടുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്നതായ ഒരവസ്ഥയാണ് മാമോദിസയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ, അതായത് കൊരിന്ത സഭയിൽ കർത്താവിന്റെ രക്ഷയിലേക്ക് വരാൻ വേണ്ടി നോക്കിയിരുന്നവർ പലർക്കും മാമോദിസ ഏൽക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അവർക്ക് വേണ്ടി അവിടെ കൊരിന്ത സഭയിൽ പലരും ജ്ഞാനസ്നാനം നേടിയതായി പറയുന്നു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പൗലോസ്ലിയ മറ്റുള്ള തെറ്റായ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചപ്പോൾ അതിനെല്ലാം വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും അത് ചെയ്യരുതെന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ, ഇവിടെ പൗലോസ്ലിയ ഇങ്ങനെയുള്ള ഒരു ക്രിയ ചെയ്തതിന് പൗലോസ്ലിയ അതിനെ വിമർശിക്കുകയോ അതെന്ന് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അതായത് കൈൻഡ് ഓഫ് പൗലോസ്ലിയ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. മരിച്ചവർ ഒരിക്കലും പുനരുദ്ധാനം ചെയ്യില്ലെങ്കിൽ എന്തിന് അവരുടെ പേര് സ്നാനം ഏൽക്കുന്നു എന്ന് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോരിന്ത്യയിൽ ഉണ്ടായിരുന്ന പല ആചാരങ്ങളെയും പൗലോസ്ലിയ എതിർത്തെങ്കിലും ഈ സ്നാപനത്തിന്റെ കാര്യം ഒരു അനാചാരമായി പൗലോസിന് കാണുന്നില്ല. ഇത് മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അതിനെ നമുക്ക് സ്വീകരിക്കാം. അതായത് യഹൂദ സഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ബലിയും അർപ്പിക്കുന്നതായ ഒരു പതിവ് ഉണ്ടായിരുന്നതായിട്ട് നമുക്കത് കാണാം. മക്കാബിയർക്കുള്ള പുസ്തകത്തിൽ നമുക്കത് കാണാവുന്നതാണ്. 15:30 30-ാം വാക്യം പറയുമ്പോൾ പുനരുത്ഥാനം നിഷേധിക്കുന്നതിന്റെ വേറൊരു പരിണിത ഫലമാണ് ഇവിടെ നാം കാണുന്നത്. ഞങ്ങൾ അതായത് പുനരുത്ഥാനം നാഴികതോറുമുള്ള പ്രാണഭയം, അതായത് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അങ്ങനെ നാഴികതോറുമുള്ള ഒരു പ്രാണഭയം ഉണ്ടാവുകയില്ല എന്ന പൗലോസ്ലിയ ഓർക്കുക. അതാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾ നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന് എന്ന് എടുത്ത് ചോദിക്കുകയാണ്. അവിടെ അതും റോമർക്കുള്ള ലേഖനത്തിലൂടെ നമുക്കത് കാണാം. അതിനൊരു ക്ലാരിറ്റി നമുക്ക് കാണാം. റോമറിന്റെ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതെ, നമുക്ക് അപ്പൊ ഈ നാഴികതോറുമുള്ള പ്രാണഭയം നമുക്ക് ആവശ്യമില്ലെന്നാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് അത് മനസ്സിലാക്കുന്നത്. അതായത് റോമർക്കെഴുതിയ ലേഖനം 8:35 നമ്മൾ കാണുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് പൗലോസ്ലിയായും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും കർത്താവിനോട് കൂടെ അതായത് നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഏത് വിശുദ്ധന്മാരെല്ലാവരും ആ ഒരു അവസ്ഥയിലാണ് അവര് ലോകത്തെ കണ്ടതും. അല്ലെങ്കിൽ അവരെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് യാതൊന്നും ഒരു പ്രയാസമായിട്ട് വന്നിരുന്നില്ല എന്നുള്ള നമ്മളെ അത് ഒരു ക്വസ്റ്റ്യനിലൂടെ പൗലോസ്ലിയ നമ്മളോട് ചോദിച്ച് നമ്മളെ മനസ്സിലാക്കുകയാണ്. അതുപോലെ 32-ാം വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, രണ്ടാമത്തെ ചോദ്യമാണ് അവിടെ പൗലോസിന്റെ രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ അവിടെ വന്നേക്കുന്നത്. എഫേസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറും മനുഷ്യ എനിക്ക് എന്ത് പ്രയോജനം എന്നാണ് ഒരു ചോദ്യമാണ് അവിടെ വന്നേക്കുന്നത്. പുനരുത്ഥാനമില്ലെങ്കിൽ അപ്പോസ്തലന്മാർ എന്തിന് കഷ്ടതകൾ അനുഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യനാണ് നമുക്കത് ചിന്തിക്കാവുന്നത്. അപ്പോസ്തലന്മാരെ കഷ്ടത അനുഭവിക്കാനും രക്തസാക്ഷികളാകുവാനും പ്രേരിപ്പിച്ച സംഗതി മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശയായിരുന്നു. പൗലോസിന് എഫേസസിലുണ്ടായ കഷ്ടത എടുത്തു പറയുന്നത് വന്യമൃഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഉണ്ടായത് കഷ്ടതകളെ കുറിച്ചാണ്. അതായത് അമാനുഷികമായ രീതിയിലുള്ള കഷ്ടതകള്, പ്രയാസങ്ങള് പൗലോസിന് വന്നു ഭവിച്ചു. അതിനെ നേരിടാനുള്ള ആ ശക്തി ദൈവം കൊടുത്തുവെന്നും അവിടെ ഉണ്ടായതായത് അവിടുത്തെ കലാപങ്ങൾ ഉണ്ടായതായിട്ട് നമ്മള് 2 കൊരിന്ത്യൻസിന്റെ 2 കൊരിന്ത്യൻസ് 1:8 നമുക്കത് കാണാം. സഹോദരരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നും വിധം ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അടുത്ത വാക്യമുണ്ട്. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവിധം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അത് കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിന്റെ കൃപയിൽ, പൗലോസ്ലിയ നേരത്തെ പറഞ്ഞതായ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ആ പ്രയാസങ്ങളും കഷ്ടതകളും വളരെ അധികമായിട്ട് അവിടെ ഉണ്ടായതായിട്ടാണ്
നമ്മൾ ഈ വാക്യങ്ങളിലൂടെ നാം കാണുന്നത്. അതാണ് പൗലോസ്ലീഹ ഇവിടെ ഉദ്ദേശിച്ച ഈ എഫേസസിൽ വെച്ചുണ്ടായ കഷ്ടതകൾ, അല്ലെ മൃഗങ്ങളിൽ നിന്നുണ്ടായതായ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെ മൃഗയുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് അമാനുഷികമായ മനുഷ്യരിൽ നിന്ന് കിട്ടിയതായ കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ എന്നുള്ള ഒരു മാനസിക അവസ്ഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്, അത് വന്നിട്ടും അവർക്ക് പ്രയാസം ഉണ്ടായില്ല എന്ന് പൗലോസ്ലീഹ എടുത്ത് പറയുന്നു. അതായത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന സംഗതിയാണ് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പ്രത്യാശ. അതായത് നമുക്ക് നാളെ ഒരു പുനരുത്ഥാനം, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നാളെ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട് എന്നുള്ളതായ ഒരു വിചാരം, അല്ലെ ഒരു വിശ്വാസം അവരെ മുന്നോട്ട് നടത്തി എന്നാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, പുനരുത്ഥാനം ഇല്ല എങ്കിൽ ധാർമ്മിക ജീവിതം എന്തിന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ചോദിക്കുന്നത്. 32-ാം വാക്യത്തിൽ 33-ാം വാക്യത്തിലോട്ട് വരുമ്പോഴാണ് അത് കാണുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 22:13 നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കാണാം. അത് ആനന്ദവും സന്തോഷവും, അതാണ്. അതെ. ആനന്ദവും സന്തോഷവും, കാളയെ അറുക്കുക, ആടിനെ അറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. അതെ, 32-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ് അത്. അതായത് തിന്നുക കുടിക്കുക, നാളെ മരിക്കും എന്ന് ഉള്ള ഒരു വിശ്വാസത്തില്, അങ്ങനെ, അതായത് എപ്പിക്യൂറിയൻസ് സിദ്ധാന്തം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതും നമ്മൾ ദിവ്യബോധനം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തെ കുറിച്ച് നമ്മളെ കൂടുതൽ പഠിക്കുക. തിന്നുക കുടിക്കുക ആമോദിക്കുക എന്നുള്ള ഒരു രീതിയിൽ, അതായത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും അതിനെ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കുന്നതായിരിക്കും കറക്റ്റ്. കാര്യം ഇപ്പൊ ഒരു എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തിലൂടെയാണ് നമ്മൾ ലോകം കടന്നു പോകുന്നത്. തിന്നുക കുടിക്കുക, നാളെയെ കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇന്നത്തെ കാര്യം കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ചിന്താഗതി. അപ്പൊ ഈ യെശയ്യാ പ്രവാചകൻ അതാണ് 22:13 നമ്മളെ കാണിക്കുന്നത്. തിന്നുക കുടിക്കുക, നാളെ നമ്മൾ മരിക്കും. അത് തന്നെയാണ് പൗലോസ്ലീഹ ഇവിടെ എടുത്തു പറയുന്നത്. മരിച്ചു ഇറക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന വിശ്വാസത്തിൽ നമുക്ക് പോകാമെന്ന്. അപ്പം ഈ നമ്മളെ അതായത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നതിന്റെ കാര്യം ന്യായവിധിയെ കുറിച്ചുള്ള ഭീതിയും ഭയവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത. കാര്യം തിന്നുക കുടിക്കുക, പുനരുത്ഥാനമില്ല എന്ന വിശ്വാസമുള്ള കോരിന്ത്യരുടെ അധാർമിക ജീവിതമാണ് അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് പൗലോസ്ലീഹ അവിടെ കാണിക്കുന്നു. അതുപോലെ അടുത്ത ഭാഗം, അതായത് 33-ാം വാക്യത്തിൽ ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. ദുർഭാഷണം ആണോ അത് ശരിയാണോ, അതോ മറ്റു പുസ്തകങ്ങളിൽ കാണുന്ന പോലെ ദുഷ്ടസംസർഗം ധാർമ്മികതയെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും എന്നിങ്ങനെയാണ് മറ്റു 2 ബൈബിളുകളിലും ഞാൻ കണ്ടത്. അതായത് ദുഷ്ടസംസർഗം നമുക്ക് ശരിയാണ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ദുഷ്ടസംസർഗം. അതായത് ദുഷ്ട കൂട്ടുകെട്ടുകള്, അധമമായ കൂട്ടുകെട്ടുകൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാറുണ്ട്. അതാണ് ഇവിടെ പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്. ദുർഭാഷണത്തിനേക്കാൾ ഉപരി ദുഷ്ടസംസർഗം ധാർമ്മികതയെ, അതായത് നമ്മുടെ പാപങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നത് പലപ്പോഴും ഈ ദുഷ്ടസംസർഗം, അതായത് അധമമായ സംസർഗം, മറ്റുള്ള ദുഷ്ട കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ഈവൻ ഈ ഹവായിക്ക് പോലും പറ്റിയത്, ദൈവത്തിന്റെ കൂടെ നടന്ന ഹവായിക്ക് പോലും പറ്റിയത് ദുഷ്ടസംസർഗമാണ്. ദുഷ്ടസംസർഗത്താലാണ്, അധമമായ സംസർഗത്താലാണ് സദാചാരങ്ങളെ ദുഷിപ്പിക്കും എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളായി പോകരുത്. അതുപോലെയുള്ള ദുഷ്ട കൂട്ടുകെട്ടുകളിലൂടെ നമ്മുടെ അധമമായ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകരുത് എന്ന് പറഞ്ഞാണ് പൗലോസ്ലീഹ 33-ാം വാക്യങ്ങൾ പറയുന്നത്. അത് ഈ ഭാഗം എടുത്തേക്കുന്നത് തന്നെ ഒരു മിയാൻഡർ എന്ന ഗ്രീക്ക് സാഹിത്യകാരന്റെ ഒരു വാക്കാണ് അത് എടുത്തിരിക്കുന്നത്. അതായത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്ന എടുത്തിരിക്കുന്നത് ഒരു മിയാൻഡർ എന്ന് പറയുന്ന ഗ്രീക്ക് സാഹിത്യകാരന്റെ ഒരു രചനയായിട്ടാണ് കാണുന്നത്.
അതിനാൽ പുനരുത്ഥാന വിശ്വാസത്തിൽ ജീവിച്ച് യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേൽക്കാൻ തക്കവണ്ണം ദുഷ്ടസംസർഗം ഒഴിവാക്കി ധാർമ്മികതയിൽ കഴിയുവാൻ എല്ലാ കാലത്തെയും വിശ്വാസികൾ ശ്രമിക്കും. പൗലോസില് പറഞ്ഞു നിർത്തുന്നത് നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. നമ്മുടെ അതായത് അവസാനം വന്നെത്തിയിരിക്കുന്ന പാപം ചെയ്യാതിരിപ്പിൻ എന്ന് പറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ഇതേ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നതാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ട്? നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ അല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നത് എന്ന് പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്ന അതേ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ടോ? അതോ നമ്മൾ ജസ്റ്റ് തിന്നുക, കുടിക്കുക, ആമോദിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണോ നാം പോകുന്നത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ അവിടെ പൗലോസ് ചോദിക്കുന്ന നമ്മളെ ലജ്ജയ്ക്കായിട്ട് നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഇതിന്റെ റെഫറൻസ് ആയിട്ട് നമ്മൾ നോക്കിയാൽ റോമർക്ക് എഴുതിയ ലേഖനം 13:11, എഫേഷ്യൻസിന് 5:14, ഈ ഭാഗത്ത് നമുക്കത് കാണാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞത് കൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. എഫേഷ്യൻസിന്റെ 5:14 കാണുന്നത്. ഇതെല്ലാം ചെയ്യുന്നത്, അതായത് നിദ്ര വിട്ട് നമ്മൾ ഉണരേണ്ടതായ മണിക്കൂറുകൾ ആണല്ലോ ഇത്. രക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അടുത്തെത്തിയിരിക്കുന്നു. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് എഫേഷ്യൻസ് അല്ല, റോമറിന്റെ 13 അധ്യായം 11 ഭാഗത്തായിട്ട് നമുക്കത് കാണാം. ഇന്നത്തെ ക്ലാസിന്റെ കൺക്ലൂഷനിലേക്ക് വരാൻ 10 മിനിറ്റ് കഴിഞ്ഞു ഓൾറെഡി. ഉയർപ്പിന്റെ അർത്ഥത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ ഭാഗം ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഉയർപ്പ് അവിശ്വാസികളെ പഠിപ്പിക്കാനുള്ള വിഷയമല്ല, മറിച്ച് ക്രിസ്ത്യാനിക്ക് പ്രത്യാശയോട് അനുദിനം ജീവിക്കാനുള്ളതാണ്. പുനരുത്ഥാനം എന്നും ആഘോഷിക്കേണ്ട യാഥാർത്ഥ്യം, ലോക അന്ത്യത്തിൽ സംഭവിക്കുമെന്ന് കാത്തിരിക്കേണ്ട കാര്യം മാത്രമാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാത്രം അസ്തിത്വത്തെ തന്നെ മാറ്റി മറിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോടൊത്ത് ഉയർത്ത് നിത്യമായി ജീവിക്കേണ്ടവരാണ് ഓരോരുത്തരും എന്നത് എപ്പോഴും ആഹ്ലാദവും ജീവിതത്തിന് വ്യക്തമായ ദിശാബോധവും നൽകേണ്ടതാണ്. സഭാസമൂഹം ഒരുമിച്ച് ചേരുന്ന ഓരോ ആരാധനാവേളയും ഈ നവജീവിതത്തിന്റെ അനുഭവത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനോട് കൂടിയായിരിക്കാം എന്നത് എപ്പോഴും ക്രിസ്തുവിനോടൊത്തായിരിക്കാൻ നാം ഓരോരുത്തരെയും നാം വിളിച്ചു ചേർക്കുന്നു. വിശുദ്ധ ആരാധനയിലൂടെ നമ്മൾ അത് കാണുന്നതാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ഉയർപ്പും രക്ഷാകര സംഭവങ്ങളും എല്ലാം നമ്മൾ ഓരോ ആരാധനയും ആ ഒരു ആരാധനയുടെ അനുഭവം എന്നാളും ഉണ്ടാകണം എന്നാണ് പൗലോസ് പറഞ്ഞ് നമ്മളെ നിർത്തുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ ഇതോടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചമച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ. ക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. അത് പലപ്പോഴായി പലയിടത്തല്ലേ അങ്ങനെ നടന്നത്, അല്ലാതെ ഒരു സ്ഥലത്തല്ലല്ലോ? അല്ല, ഒരിടത്തായിട്ടാ പിതാക്കന്മാർ പറയുന്നത്. അത് ഗലീല, അതാ ഞാൻ പറഞ്ഞത്, ഗലീലയില് ഒരിടത്തായിട്ടാണോ ഈ 500-ലധികം പേർക്ക്? അതെ. അത് പൗലോസ്ലിയ മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളൂ. അത് ഗലീലയിൽ വെച്ചാണെന്നാണ് പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ. 28 മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യത്തില് 28-ാം അധ്യായത്തിലാണ് ഇത് കാണുന്നത്. അത് എത്ര പേരുണ്ടെന്ന് അവിടെ എടുത്ത് പറയുന്നില്ല, പക്ഷെ പൗലോസ്ലിയ മാത്രമേ അങ്ങനെ എടുത്ത് പറയുന്നു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ? ആർക്കും ഇല്ല. ആർക്കും ഇല്ല. റെക്കോർഡിംഗ് സ്റ്റോപ്പ്.